ഇന്ന് നമ്മൾ നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തേക്ക് ഇട്ടിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങേൻ്റെ നീര് കേട്ടോ. ഇത്രയും ചേർത്തതിന് ശേഷം ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഈ മസാലയൊക്കെ എല്ലായിടത്തും ചിക്കൻ എല്ലായിടത്തും എത്തണ രീതിയിൽ നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കാൻ പോണത് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ ചേർത്തതിന് ശേഷം ഇതേപോലെ നമ്മൾ വീണ്ടും ഇളക്കി യോജിപ്പിച്ചിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ 10 മിനിറ്റ് ആകുമ്പോഴേക്കിനും ആ മസാലയും ഉപ്പും ഒക്കെ ഇതിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട വെളുത്തുള്ളി, സവോളയും ഒക്കെ നന്നാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി, കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ നമ്മൾ സവോളയും ചേർത്ത് കൊടുക്കുകയാണ്. സവോളയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിതിങ്ങനെ നന്നായി ഇളക്കി വഴറ്റിയെടുക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ എല്ലാം അതിലേക്ക് ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമ്മളിത് നന്നായി ഇളക്കി ചേർക്കണം കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി ചേർത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ. ഞാൻ ആ ചിക്കൻ ഇട്ടുവെച്ച ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഇത് നന്നായി എല്ലായിടത്തും എത്തുന്ന രീതി വെള്ളം ചിക്കനും കൂടി നന്നായി മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണേ. പിന്നെ നമ്മളൊരു അടപ്പ് കൊണ്ട് അടച്ചിത് വേവിക്കുക ചെയ്യുന്നത് കേട്ടോ. നമ്മളിടയ്ക്ക് ഇങ്ങനെ തുറന്ന് ഇളക്കി നോക്കണേ. ഇളക്കി ഇങ്ങനെ അടച്ചു കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി അടച്ചു കൊടുക്കുക. ഇത് നല്ലൊരു ടേസ്റ്റുള്ള ചിക്കനാണ്. ഇത് നമ്മൾ വറ്റിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഇതിൽ ആ നാരങ്ങേൻ്റെ നീരിൻ്റെ പുളിപ്പ് നല്ലൊരു ടേസ്റ്റാണ് തരുന്നത് കേട്ടോ. നന്നായി വറ്റിച്ചെടുക്കുക ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ഇതിന് ഇങ്ങനൊരു ഇതാണ് കിട്ടുന്നത് കേട്ടോ. ഇങ്ങനത്തെ ഒരു കളറായിട്ട് വരും. ഇത് നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുതേ.